പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ദിവസം യെരുശലേം നഗരത്തിൻ്റെ വഴിത്താരകളിൽ ഒരു അസാധാരണ കാഴ്ച ഉണ്ടായി. ഒരു മനുഷ്യൻ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ആ നഗരത്തിലേക്ക് കടന്നു വന്നു. ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു, കുരുത്തോല ശാഖകൾ വെട്ടി വഴിയിൽ നിരത്തി. പിന്നെ ആയിരക്കണക്കിന് ശബ്ദങ്ങൾ ഒന്നിച്ചുയർന്നു. ദാവീദ് പുത്രനു ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന. ഈ ശബ്ദം ഓർത്തുവയ്ക്കുക. ഹോശന്ന, ഓശാന, ദാവീദിൻ്റെ പുത്രനു ഓശാന. ഇനി 5 ദിവസം മുമ്പോട്ട് പോകൂ. അതേ നഗരം, അതേ തെരുവുകൾ, അതേ ജനക്കൂട്ടം. പക്ഷെ ഇത്തവണ ഒരു വ്യത്യസ്ത ശബ്ദമുയരുന്നു. പീലാത്തോസ് ജനത്തോട് ചോദിച്ചു, ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആ ജനക്കൂട്ടം ഒന്നടങ്കം ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്ക, ക്രൂശിക്ക. 2 നിലവിളികൾ. 1 ഓശാന, 2 ക്രൂശിക്ക. ഞായറാഴ്ച ഓശാന, വെള്ളിയാഴ്ച ക്രൂശിക്ക. 5 ദിവസം. 5 ദിവസം കൊണ്ട് ഒരു ജനക്കൂട്ടത്തിൻ്റെ ഹൃദയം മുഴുവൻ മാറി. സ്തുതി ശാപമായി, ആരാധന ആക്രോശമായി, സ്നേഹം വെറുപ്പായി. ഇന്ന് ഈ ഓശാന ഞായറാഴ്ചയിൽ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ ഏത് ജനക്കൂട്ടമാണുള്ളത്? ഓശാന വിളിക്കുന്ന ജനക്കൂട്ടമോ ക്രൂശിക്ക എന്ന് വിളിക്കുന്ന ജനക്കൂട്ടമോ? ചിലപ്പോൾ രണ്ടും ഒരേ ഹൃദയത്തിലുണ്ടായിരിക്കാം. ഞായറാഴ്ച അവൾ ശരിക്കും പ്രതീക്ഷിച്ചു, ഈ മനുഷ്യൻ ഞങ്ങളെ രക്ഷിക്കും, ഈ മനുഷ്യൻ ഞങ്ങളുടെ രാജാവാകും, ഈ മനുഷ്യൻ റോമൻ ഭരണത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കും. നിന്റെ ജീവിതത്തിലും ഇതുപോലെ ഓശാന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് ശരിക്കും വിശ്വസിച്ച ദിവസങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച ദിവസങ്ങൾ, ജോലി കിട്ടിയ ദിവസം, വിവാഹം നടന്ന ദിവസം, കുഞ്ഞ് ജനിച്ച ദിവസം, രോഗം മാറിയ ദിവസം, പരീക്ഷ ജയിച്ച ദിവസം. ആ ദിവസങ്ങളിൽ നിന്റെ ഹൃദയം ഓശാന വിളിച്ചു. ദൈവം വലിയവൻ, ദൈവം നല്ലവൻ, ദൈവത്തിന് സ്തുതി. ആ ഓശാന നിമിഷങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നത് എളുപ്പമാണ്. എല്ലാം ശരിയാകുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നത് എളുപ്പമാണ്. ആരോഗ്യമുള്ളപ്പോൾ ദൈവം നല്ലവൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. പണമുള്ളപ്പോൾ ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. ബന്ധങ്ങൾ ശരിയാകുമ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ആ ഓശാന ജനക്കൂട്ടത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോ? അവരുടെ ഓശാന ഒരു നിബന്ധനയോടെ ആയിരുന്നു. ഓശാന, പക്ഷേ നീ ഞങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റണം. ഓശാന, പക്ഷേ നീ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാജാവാകണം. ഓശാന, പക്ഷേ നീ ഞങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കണം. അവരുടെ ഓശാന ദൈവത്തോടുള്ള സ്നേഹമല്ലായിരുന്നു, ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കും എന്ന പ്രതീക്ഷയായിരുന്നു. ഇന്ന് നിന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ. നിന്റെ ഓശാന ഏതു തരമാണ്? ദൈവം ആരാണ് എന്നതുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കുന്നു? അതോ ദൈവം നിനക്ക് എന്ത് കുട്ടികളെ ആശീർവദിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, പക്ഷെ ഒരു കാര്യം ചെയ്തില്ല? റോമൻ ഭരണത്തെ മറിച്ചിട്ടില്ല, ഒരു സൈന്യം രൂപീകരിച്ചില്ല, ഒരു രാഷ്ട്രീയ വിപ്ലവം നടത്തിയില്ല, ജനങ്ങൾ ആഗ്രഹിച്ച രാജാവായില്ല. ഇവിടെയാണ് മാറ്റം തുടങ്ങിയത്. ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ നിരാശ വിത്ത് വീണു. ഈ മനുഷ്യൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല. ഈ രാജാവ് നമ്മൾ ആഗ്രഹിച്ച രാജാവല്ല. നമ്മളൊരു യോദ്ധാവിനെ പ്രതീക്ഷിച്ചു, ഇവനൊരു ഉപദേഷ്ടാവാണ്. നമ്മളൊരു വിമോചകനെ പ്രതീക്ഷിച്ചു, ഇവനൊരു സേവകനാണ്. നമ്മളൊരു സിംഹത്തെ പ്രതീക്ഷിച്ചു, ഇവനൊരു ആട്ടിൻകുട്ടിയാണ്. ഈ അനുഭവം നിനക്ക് പരിചിതമല്ലേ? ദൈവത്തിൽ നിന്ന് നീ ഒരു കാര്യം പ്രതീക്ഷിച്ചു, ദൈവം മറ്റൊന്ന് ചെയ്തു. നീ ദൈവത്തോടൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ ജോലി കിട്ടിയില്ല, മറ്റൊന്ന് കിട്ടി. നീ ദൈവത്തോട് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടനെ സൗഖ്യം കിട്ടിയില്ല, പകരം ക്ഷമ പഠിപ്പിച്ചു. നീ ദൈവത്തോടൊരു ബന്ധം നിലനിർത്താൻ പ്രാർത്ഥിച്ചു, ആ ബന്ധം മുറിഞ്ഞു, പക്ഷേ മറ്റൊരു വാതിൽ തുറന്നു. ദൈവം നിന്റെ ആഗ്രഹം നിറവേറ്റാത്തപ്പോൾ നിന്റെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുന്നു? ഓശാന ക്രൂശിക്കയായി മാറുന്നില്ലേ? ദൈവം നല്ലവനെന്ന വിശ്വാസം ദൈവമുണ്ടോ എന്ന ചോദ്യമായി മാറുന്നില്ലേ? സ്തുതി പിറുപിറുക്കലായി മാറുന്നില്ലേ? പ്രാർത്ഥന കുറ്റപ്പെടുത്തലായി മാറുന്നില്ലേ? യെശയ്യാവ് 55, 8 മുതൽ 9 വരെ പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ. ഈ നിബന്ധനകളാണ് ഓശാനയെ ക്രൂശിക്കയായി മാറ്റുന്നത്. ഓശാന ഞായറാഴ്ചയിലൊരു പ്രധാന ചിത്രമുണ്ട്, കഴുതക്കുട്ടി. സഖറിയ 9:9 പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു, സിയോൻ പുത്രി ഉച്ചത്തിൽ ആഹ്ലാദിക്കുക,
ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ നീതിമാനും രക്ഷയുള്ളവനും വിനയാൻവിതനുമാകുന്നു. ഒരു കഴുതയുടെ മേൽ, ഒരു കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുന്നു. ഇത് ശ്രദ്ധിക്കുക. ആ കാലത്ത് ഒരു രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ കുതിരപ്പുറത്ത് കയറും. കുതിര ശക്തിയുടെ ചിഹ്നമാണ്, അധികാരത്തിൻ്റെ ചിഹ്നമാണ്, വിജയത്തിൻ്റെ ചിഹ്നമാണ്. പക്ഷേ ഒരു രാജാവ് സമാധാനത്തിന് വരുമ്പോൾ കഴുതപ്പുറത്ത് കയറും. കഴുത സമാധാനത്തിൻ്റെ ചിഹ്നമാണ്, വിനയത്തിൻ്റെ ചിഹ്നമാണ്, സേവനത്തിൻ്റെ ചിഹ്നമാണ്. യേശു ഒരു കുതിരയല്ല, ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തു. അത് ബോധപൂർവമായിരുന്നു. അതൊരു സന്ദേശമായിരുന്നു. ഞാൻ നിങ്ങളെ ജയിക്കാൻ വരുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ വരുന്നു. ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ കൊല്ലാൻ വരുന്നില്ല, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ കൊല്ലാൻ വരുന്നു. ഞാനൊരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വരുന്നില്ല, ഞാൻ ഒരു ഹൃദയം മാറ്റാൻ വരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഒരു കുതിര വേണമായിരുന്നു, ശക്തി വേണമായിരുന്നു, അധികാരം വേണമായിരുന്നു. യേശു ഒരു കഴുത കൊണ്ടുവന്നു, വിനയം കൊണ്ടുവന്നു, സ്നേഹം കൊണ്ടുവന്നു. അതവർക്ക് പോരായിരുന്നു. ഇന്ന് നിന്റെ ജീവിതത്തിലും ദൈവം ഒരു കഴുത കൊണ്ടുവരുന്നുണ്ടാകാം. നീ ഒരു കുതിര പ്രതീക്ഷിക്കുന്നു. ദൈവം തന്നെത്താൻ താഴ്ത്തി. രാജാവ് കഴുതപ്പുറത്ത് വന്നു. ഇത് ബലഹീനതയല്ല, ഇത് ഏറ്റവും വലിയ ശക്തിയാണ്, സ്നേഹത്തിൻ്റെ ശക്തി. ഇപ്പോൾ നമ്മൾ സത്യസന്ധമായി ചിന്തിക്കാം. നീനുന്ന 5 സാഹചര്യങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കും. 1. രോഗം വരുമ്പോൾ. ആരോഗ്യമുള്ളപ്പോൾ ഓശാന, ദൈവം നല്ലവൻ. രോഗം വരുമ്പോൾ ദൈവം എവിടെ? ഡോക്ടർ മോശം വാർത്ത പറയുമ്പോൾ ദൈവം എന്തുകൊണ്ട്? ചികിത്സ ഫലിക്കാത്തപ്പോൾ ദൈവം ശരിക്കും ഉഞ്ചരിക്കുമുണ്ടോ? ഓർക്കുക, യേശു തന്നെ കുരിശിൽ വേദന അനുഭവിച്ചു. ആ വേദനയിലും അവൻ പിതാവിനെ ഉപേക്ഷിച്ചില്ല. യേശയ്യാവ് 53:5. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗത്തിലും ഓശാന വിളിക്കുക, വേദനയിലും ദൈവം നല്ലവൻ എന്ന് പറയുക. 2. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ. സമ്പത്തുള്ളപ്പോൾ ഓശാന, ദൈവം എല്ലാം നൽകുന്നു. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ദൈവം എന്നെ മറന്നു. കടം കയറുമ്പോൾ ദൈവം ക്രൂരൻ. ജോലി നഷ്ടപ്പെടുമ്പോൾ ദൈവം നീതിയുള്ളവനല്ല. ഓർക്കുക, യേശുവിന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദാരിദ്ര്യം അനുഭവിച്ചു. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തു തരും. ദാരിദ്ര്യത്തിലും ഓശാന വിളിക്കുക. 3. ബന്ധങ്ങൾ തകരുമ്പോൾ. സ്നേഹമുള്ളപ്പോൾ ഓശാന, വിവാഹം തകരുമ്പോൾ ദൈവം എന്തിനിത് അനുവദിച്ചു? സുഹൃത്ത് ദുഃഖത്തിലും ഓശാന വിളിക്കുക. 5. ദൈവം നിശബ്ദമാകുമ്പോൾ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ഓശാന, ദൈവം നിശബ്ദമാകുമ്പോൾ. ദൈവം എന്നെ കേൾക്കുന്നില്ല, മാസങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഒരു ഉത്തരവുമില്ല. ദൈവം എന്നെ ഉപേക്ഷിച്ചു. ഓർക്കുക, കുരിശിൽ യേശു തന്നെ വിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിൻ്റെ നിശബ്ദത ഉപേക്ഷണമല്ല. ദൈവത്തിൻ്റെ നിശബ്ദത ഒരു ആഴമേറിയ പ്രവൃത്തിയുടെ അടയാളമാണ്. സങ്കീർത്തനം 46:10. അമർന്നിരുന്ന് ഞാൻ ദൈവമെന്നറിയുവിൻ. ദൈവത്തിൻ്റെ നിശബ്ദതയിലും ഓശാന വിളിക്കുക. ലൂക്കോസ് 19:41 മുതൽ 42 വരെ ഒരു അസാധാരണ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓശാന ഞായറാഴ്ച യേശു യെരുശലേമിനടുത്തെത്തിയപ്പോൾ ജനങ്ങൾ ആഹ്ലാദിക്കുന്ന ആ നിമിഷത്തിൽ യേശു ആ നഗരത്തെ നോക്കി കരഞ്ഞു. ജനങ്ങൾ ഓശാന വിളിക്കുന്ന ആ നിമിഷത്തിൽ യേശു കരയുകയായിരുന്നു. എന്തുകൊണ്ട്? കാരണം യേശുവിന് ഭാവി കാണാമായിരുന്നു. 5 ദിവസത്തിനുള്ളിൽ ഈ ജനക്കൂട്ടം ക്രൂശിക്ക എന്ന് വിളിക്കുമെന്ന് യേശുവിനറിയാമായിരുന്നു. ഈ നഗരം ചതിക്കുമെന്ന് യേശുവിനറിയാമായിരുന്നു. ഈ ജനങ്ങൾ പിന്തിരിയുമെന്ന് യേശുവിനറിയാമായിരുന്നു. എന്നിട്ടും യേശു ആ നഗരത്തിലേക്ക് കടന്നു ചെന്നു. എന്നിട്ടും ആ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തീരുമാനിച്ചു. ഇന്ന് യേശു നിന്നെയും നോക്കി കരയുന്നുണ്ടാകാം. നിന്റെ ഹൃദയത്തിലെ മാറ്റങ്ങൾ അവൻ കാണുന്നു. നീ ഞായറാഴ്ച ആരാധന നിന്റെ സമാധാനം കാണാൻ എന്നെ സഹായിക്കണമേ. നിന്റെ വഴി എൻ്റെ വഴിയേക്കാൾ നല്ലതാണ് എന്നറിയാൻ എന്നെ സഹായിക്കണമേ. ഓശാന ജനക്കൂട്ടത്തിൽ ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. അവർ ക്രൂശിക്ക എന്ന് വിളിച്ചില്ല. അവർ ഓടിപ്പോയില്ല. അവർ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. ആരായിരുന്നു അവർ? മറിയ, യേശുവിൻ്റെ അമ്മ, യോഹന്നാൻ ശിഷ്യൻ, മഗ്ദലന മറിയ, ക്ലെയോപ്പാസിൻ്റെ ഭാര്യ മറിയ. ഈ ചെറിയ കൂട്ടം ഓശാന ഞായറാഴ്ച മുതൽ ദുഃഖ വെള്ളിയാഴ്ച വരെ നിന്നു. ഓശാന മുതൽ ക്രൂശ് വരെ നിന്നു.
ഈ ജനങ്ങളുടെ ഓശാന നിബന്ധനയില്ലാത്തതായിരുന്നു. അവർ യേശുവിനെ സ്നേഹിച്ചു. അവനൊരു രാജാവായിരുന്നാലും 10 തടവുകാരനായിരുന്നാലും അവർ യേശുവിനെ പിന്തുടർന്നു. അവൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും അവൻ രക്തം ചിന്തിയപ്പോഴും അവർ യേശുവിൻ്റെ കൂടെ നിന്നു. ജനക്കൂട്ടം ആർപ്പു വിളിച്ചപ്പോഴും ജനക്കൂട്ടം ശപിച്ചപ്പോഴും. ഇന്ന് ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ ഏത് കൂട്ടത്തിലാണ്? നീ ജനക്കൂട്ടത്തിലാണോ? ജനക്കൂട്ടം ഓശാന വിളിക്കുമ്പോൾ ഓശാന, ക്രൂശിക്ക വിളിക്കുമ്പോൾ ക്രൂശിക്ക, അതോ നീ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ ചെറിയ കൂട്ടത്തിലാണോ? എന്ത് സംഭവിച്ചാലും യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടം. റൂത്ത് 1:16. റൂത്ത് നയോമിയ 16. റൂത്ത് നയോമിയോട് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും വരും, നീ താമസിക്കുന്നിടത്ത് ഞാനും താമസിക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇത് നിബന്ധനയില്ലാത്ത പ്രതിബദ്ധതയാണ്. ഇത് ഓശാന ജനക്കൂട്ടത്തിൻ്റെ ഉപരിപ്ലവ ഭക്തിയല്ല. ചിലപ്പോൾ ഇന്ന് നീ ദൈവത്തെ സ്തുതിക്കാനുള്ള അവസ്ഥയിലായിരിക്കില്ല. ചിലപ്പോൾ ഇന്ന് നിൻ്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കാം. ചിലപ്പോൾ ഇന്ന് നിനക്ക് സ്തുതിഗീതങ്ങൾ പാടാൻ കഴിയില്ലായിരിക്കാം. അതുകൊണ്ട് സ്തുതി പാടേണ്ട. ഓശാന വിളിക്കൂ, കർത്താവെ രക്ഷിക്കണമേ. ഈ ഒരു വാക്ക് മതി. കർത്താവെ എൻ്റെ ദാമ്പത്യത്തെ രക്ഷിക്കണമേ, ഓശാന. കർത്താവെ എൻ്റെ ആരോഗ്യത്തെ രക്ഷിക്കണമേ, ഓശാന. കർത്താവെ എൻ്റെ മക്കളെ രക്ഷിക്കണമേ, ഓശാന. കർത്താവെ എൻ്റെ സാമ്പത്തിക സ്ഥിതിയെ രക്ഷിക്കണമേ, ഓശാന. കർത്താവെ എൻ്റെ വിശ്വാസത്തെ രക്ഷിക്കണമേ, ഓശാന. കർത്താവെ എൻ്റെ മനസ്സിനെ രക്ഷിക്കണമേ, ഓശാന. കർത്താവെ എൻ്റെ ഭാവിയെ രക്ഷിക്കണമേ, ഓശാന. സങ്കീർത്തനം 118, 25 മുതൽ 26 വരെ. കർത്താവെ രക്ഷിക്കണമേ. കർത്താവെ ശുഭം വരുത്തണമേ. കർത്താവിൻ്റെ നാമത്താമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇന്ന് ഈ ഓശാന നിൻ്റെ ചുമ്പിൽ ഉണ്ടാകട്ടെ. ഈ ഓശാന ഒരു യാചനയായി, ഒരു പ്രാർത്ഥനയായി, ഒരു കണ്ണുനീരായി ദൈവത്തിൻ്റെ മുമ്പിൽ ഉയരട്ടെ. ദൈവം ആ ഓശാന കേൾക്കും. ദൈവം ആ നിലവിളി കേൾക്കും. ദൈവം രക്ഷിക്കും. ഓശാന. ഞായറാഴ്ച ജനങ്ങൾ കുരുത്തോല ശാഖകൾ കയ്യിലെടുത്ത് ആർത്തു വിളിച്ചു. കുരുത്തോല വിജയത്തിൻ്റെ ചിഹ്നമാണ്, ആഹ്ലാദത്തിൻ്റെ ചിഹ്നമാണ്, പ്രതീക്ഷയുടെ ചിഹ്നമാണ്. പക്ഷേ 5 ദിവസത്തിനുള്ളിൽ ആ കുരുത്തോല ശാഖകൾ വഴിയരികിൽ ഉണങ്ങിക്കിടന്നു. ആരും അവ ഓർത്തില്ല. പകരം ഒരു കുരിശുയർന്നു. മരത്തിൽ നിന്നൊരു കുരിശ്. അതിൽ സ്നേഹത്തിൻ്റെ രാജാവ് തറയ്ക്ക. കുരുത്തോൽ ആഹ്ലാദം, കുരിശ് വേദന. രണ്ടും ഒന്നിച്ചു വരുമ്പോൾ ക്രിസ്തീയ ജീവിതം. ആഹ്ലാദത്തിലും വേദനയിലും ദൈവമുണ്ട്. കുരുത്തോല ദിവസത്തിലും കുരിശ് ദിവസത്തിലും ദൈവം ഒന്നാണ്. മാറാത്ത ദൈവം, നിത്യസ്നേഹത്തിൻ്റെ ദൈവം. എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയാകുന്നു. ഓശാന ഞായറാഴ്ചയിലെ യേശു ദുഃഖവെള്ളിയാഴ്ചയിലെ യേശു തന്നെയാണ്. ഉയിർപ്പ് ഞായറാഴ്ചയിലെ യേശുവും അതേയാണ്. അവൻ മാറുന്നില്ല. നിൻ്റെ സാഹചര്യങ്ങൾ മാറും, നിൻ്റെ വികാരങ്ങൾ മാറും, നിൻ്റെ ചുറ്റുമുള്ള ജനക്കൂട്ടം മാറും, പക്ഷേ യേശു മാറില്ല. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ഓശാന ഞായറാഴ്ചയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രഖ്യാപനം. കണ്ണുകളടച്ച് ഹൃദയം കൊണ്ട് ഈ വാക്കുകൾ ഏറ്റുചൊല്ലുക. കർത്താവായ യേശു ക്രിസ്തുവേ, ഇന്ന് ഓശാന ഞായറാഴ്ചയിൽ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓശാനയെ ക്രൂശിക്കയായി മാറ്റിയ സമയങ്ങളുണ്ട്. നല്ല ദിവസങ്ങളിൽ ഞാൻ നിന്നെ സ്തുതിച്ചു. മോശം ദിവസങ്ങളിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചപ്പോൾ ഞാൻ ഓശാന വിളിച്ചു. ഉത്തരം വരാതിരുന്നപ്പോൾ ഞാൻ നിന്നെ ചോദ്യം ചെയ്തു. ഇതിനു വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവെ, ഇന്നു മുതൽ എൻ്റെ ഓശാന നിബന്ധനയില്ലാത്തതായിരിക്കും. നീ എനിക്ക് എന്ത് നൽകിയാലും ഓശാന, നീ എന്ത് എടുത്താലും ഓശാന, നീ ഉത്തരം നൽകിയാലും ഓശാന, നീ നിശബ്ദമായാലും ഓശാന, നീ സൗഖ്യം നൽകിയ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓശാന. ആമേൻ. ഇന്ന് ഓശാന ഞായറാഴ്ച. ഇന്നു മുതൽ വിശുദ്ധവാരം ആരംഭിക്കുന്നു. ഈ വിശുദ്ധവാരം നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ആഴ്ച ആകണം. ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരാഴ്ച. ഓരോ ദിവസവും ഒരു പ്രത്യേക സമർപ്പണം. ഓശാന ഞായറാഴ്ച ഇന്ന് നിൻ്റെ പ്രതീക്ഷകൾ ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവെ, ഞാൻ എൻ്റെ പ്രതീക്ഷകൾ നിൻ്റെ കയ്യിൽ വയ്ക്കുന്നു. എൻ്റെ പ്ലാനുകളല്ല, നിൻ്റെ പ്ലാനുകൾ നടക്കട്ടെ. വിശുദ്ധ തിങ്കളാഴ്ച നിൻ്റെ ദേഷ്യം ദൈവത്തിന് സമർപ്പിക്കുക. യേശു ദേവാലയം ശുദ്ധീകരിച്ച ദിവസം. കർത്താവെ, എൻ്റെ ഹൃദയത്തിലെ ദേഷ്യം ശുദ്ധീകരിക്കണമേ. ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഇന്ന് ഉപേക്ഷിക്കണമേ. വിശുദ്ധ ചൊവ്വാഴ്ച
നിന്റെ ഭയം ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവെ, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയം ഞാൻ നിനക്ക് കൊടുക്കുന്നു. നീ എൻ്റെ ഭാവിയുടെ നിയന്ത്രണത്തിലാണ്. വിശുദ്ധ ബുധനാഴ്ച നിന്റെ ചതി അനുഭവങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. യൂദാസ് യേശുവിനെ ചതിച്ച ദിവസം, കർത്താവെ, എന്നെ ചതിച്ചവരെ ഞാൻ ക്ഷമിക്കുന്നു. ആ വേദന ഞാൻ നിനക്ക് കൊടുക്കുന്നു. പെസഹ വ്യാഴാഴ്ച നിന്റെ ഏകാന്തത ദൈവത്തിന് സമർപ്പിക്കുക. ഗെത്സേമന തോട്ടത്തിൽ യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച രാത്രി, കർത്താവെ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നീ എൻ്റെ കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കണമേ. ദുഃഖ വെള്ളിയാഴ്ച നിന്റെ വേദന ദൈവത്തിന് സമർപ്പിക്കുക. കുരിശിലെ വേദനയുടെ ദിവസം, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഞാനിനി ഒരിക്കലും ഓശാനയെ ക്രൂശിക്കായി മാറ്റില്ല. ഞാനിനി ഒരിക്കലും സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ ദൈവത്തെ ക്രൂശിക്കില്ല. ഞാനിനി ഒരിക്കലും പ്രതീക്ഷ നിറവേറാത്തപ്പോൾ ദൈവത്തെ തള്ളിപ്പറയില്ല. ഞാനിനി ഒരിക്കലും ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായിരിക്കില്ല. ഞാൻ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കും. ഓശാന ഞായറിൽ ഞാൻ നിൽക്കും. വിശുദ്ധ വാരത്തിൽ ഞാൻ നിൽക്കും. ദുഃഖ വെള്ളിയാഴ്ചയിൽ ഞാൻ നിൽക്കും. ഇരുട്ടുള്ള ശനിയാഴ്ചയിൽ ഞാൻ നിൽക്കും. ഉയിർപ്പ് ഞായറാഴ്ചയിൽ ഞാൻ ആഹ്ലാദിക്കും. എന്നേക്കും ഞാൻ ഓശാന വിളിക്കും. ദാവീദിൻ്റെ പുത്രൻ ഓശാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓശാന. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ സഹോദരനെയും സഹോദരിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ വാരം നിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകട്ടെ. ഓശാന ജനക്കൂട്ടത്തിൽ നിന്ന് കുരിശിൻ്റെ ചുവട്ടിലേക്ക് നീ മാറട്ടെ. ഉപരിപ്ലവ ഭക്തിയിൽ നിന്ന് ആഴമേറിയ വിശ്വാസത്തിലേക്ക് നീ വളരട്ടെ. നിബന്ധനയുള്ള സ്തുതിയിൽ നിന്ന് നിബന്ധനയില്ലാത്ത ഓശാനയിലേക്ക് നീ എത്തട്ടെ. സമാധാനത്തിൻ്റെ രാജാവ് ഇന്ന് നിന്റെ ഹൃദയത്തിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നു. ശക്തി കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. അധികാരം കൊണ്ടല്ല, വിനയം കൊണ്ട്. അവനെ സ്വീകരിക്കുക. അവന് വാതിൽ തുറക്കുക. അവനു ഓശാന പാടുക. ഈ വീഡിയോ നിന്നെ സ്പർശിച്ചുവെങ്കിൽ ഇന്ന് ഒരു ഓശാന ഞായറാഴ്ച സമ്മാനമായി ഇതൊരാൾക്ക് അയച്ചു കൊടുക്കുക. വിശ്വാസത്തിൽ തളർന്നിരിക്കുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യുക.